ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ PSC നടത്തിയ 17/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. 7ാം പട്ടിക എന്താണ് പറയുന്നത്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. എന്നിവയെല്ലാം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭിച്ച അംഗീകാരങ്ങളാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരു മാണി മാധവ ചാക്യാർ. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള. കൂടിയാട്ടം ഗുരു മാണി മാധവ ചാക്യാർ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. സി ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ് വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. അപ്പോൾ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. സിന്ധു നദിയുടെ പോഷക നദികൾ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലമാണ് നവംബർ മധ്യത്തിലാണ്. റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലമാണ് നവംബർ മധ്യം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയുടെ ഇരുമ്പുരുക്ക് ശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയിൽ വരുന്ന റോഡ് ഏതെല്ലാം നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം,
കൽക്കുളം, ഇളവൻകോട്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഇതാണ്, സി ആണ് ഉൾപ്പെടാത്തത്. അപ്പോൾ 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂര്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂര്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ആണ് തെറ്റ്. കറക്റ്റായത് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോട് വിളിച്ച സ്വതന്ത്ര സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തികാസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ഓപ്ഷനാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ വരുന്നതാണ് സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ വരുന്നതാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജെട്ടി. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജെട്ടി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51 ക്ലോസ് 4. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51 ക്ലോസ് 4. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ 97. രാജ്യസഭയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ലോകസഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്കുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ 97.
തെറ്റായ പ്രസ്താവന. എ ഓപ്ഷൻ തെറ്റാണ്. കറക്റ്റായത് നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അപ്പോൾ നിയമസഭയിൽ അംഗമാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് വ്യക്തി ഒരു അവിമുക്ത നിർധനരായിരിക്കാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഘടന. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ആരൊക്കെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരിനായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായറാണ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH 66 മുംബൈ ടു ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH 66 മുംബൈ ടു ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39 ബി ആണ്. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39 ബി. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. പശ്ചിമഘട്ടത്തിൽ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗീഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗീഫോർഡ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാട്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഗാന്ധിജി വന്നിരിക്കുന്ന സംഭവങ്ങൾ: വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹകരണ സമര പ്രചരണാർത്ഥം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. 5ാമത്തെ സമ്മേളനമായിരുന്നു. താഴെ പറയുന്ന നവോത്ഥാന നായകൻ ഒരേ വർഷം ജനിച്ചവരാരെല്ലാം? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി എന്നിവരാണ് ഒരേ വർഷം ജനിച്ചവരാണ്. ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ശ്രീ കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൺ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം.
മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണുവാണ് വൈറസ്. മഞ്ഞപ്പനി പരത്തുന്ന രോഗാണുവാണ് വൈറസ്. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാധ്യമത്തിലൂടെയാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഊർജം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവാണ് ഊർജം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് J.J. തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് J.J. തോംസൺ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് ശബ്ദോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.